എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് കെ ടെക്നോളജി അല്ലെങ്കിൽ കെ പ്രോഗ്രാമിൻ്റെ ഒരു 12 വോൾട്ട് മദർ ബോർഡിൻ്റെ മെയിൻസ് ഹൈ കട്ട് ലോ കട്ട് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചുള്ള വീഡിയോയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മെഡിയുടെ ഹൈ കട്ടും ലോ കട്ടും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അവതരിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെയുള്ള ഒരു വീഡിയോയാണ് ഇത്. കെ പ്രോഗ്രാം ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കെ പ്രോഗ്രാമിൽ എങ്ങനെയാണ് മെയിൻസ് ഹൈ കട്ട് അല്ലെങ്കിൽ ലോ കട്ട്, അതായത് മെയിൻസ് വോൾട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടിനും ഹൈ ആകുമ്പോൾ ഇൻവെർട്ടർ മോഡിലോട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മളുടെ ബോർഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളുടെ ഔട്ട്പുട്ട് നമുക്ക് നേരെയാക്കി തരുന്നു. അതേപോലെ തന്നെയാണ് ലോ കട്ട്. നമ്മളുടെ മെയിൻസ് വോൾട്ട് ഒരു പരിധിയിൽ കൂടുതൽ, അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജിൽ കൂടുതൽ താഴുമ്പോൾ മെയിൻസ് വോൾട്ടിനെ കട്ട് ചെയ്തിട്ട് ഇൻവെർട്ടർ മോഡിലോട്ട് പോകുന്നു. അതാണ് മെയിൻസ് വോൾട്ട് ഹൈ കട്ട് ആൻഡ് ലോ കട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ സെറ്റിങ്സ് കെ പ്രോഗ്രാം ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ഒരു കെ പ്രോഗ്രാമിൻ്റെ 12 വോൾട്ട് കാലിബ്രേഷൻ സെറ്റിങ്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കെയുടെ ഒറിജിനലിൽ വരുന്ന സെറ്റിങ്സ് ആണിത്. അപ്പോൾ നമുക്ക് ഇതിൽ സെലക്ട് 1, സെലക്ട് 2, സെലക്ട് 3 അങ്ങനെ പോയിട്ട് സെലക്ട് 16 വരെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാവുന്ന ഓപ്ഷൻ UPS ഹൈ കട്ട് ചേഞ്ച് ചെയ്യാം, UPS ലോ കട്ട് ചേഞ്ച് ചെയ്യാം, ഇൻവെർട്ടർ ഹൈ കട്ട് ചേഞ്ച് ചെയ്യാം, ഇൻവെർട്ടർ ലോ കട്ട് ചേഞ്ച് ചെയ്യാം. പൊതുവേ നമ്മൾക്ക് UPSന്റെ ഹൈ കട്ടും ലോ കട്ടും സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇൻവെർട്ടർ മോഡിലായിരിക്കുള്ളൂ എപ്പോഴും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ മോഡിൽ നമുക്ക് ഹൈ വോൾട്ടേജ് വരുമ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇതിൽ സെലക്ട് 6 ആണിത്, ഇൻവെർട്ടർ ഹൈ കട്ട്. അപ്പോൾ നമ്മൾ സെലക്ട് 6 സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു വോൾട്ടേജ് 250 മുതൽ 290 വരെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ മിനിമം 250, മാക്സ് 290. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് 250-ലാണ്. സാധാരണ നമുക്ക് 250 വോൾട്ടേജിന് മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഹൈ വോൾട്ടേജ് കട്ട് ചെയ്തിട്ട് നേരെ ഇൻവെർട്ടർ മോഡിലോട്ട് പോകുന്നു. പിന്നെ വരുന്നത് സെലക്ട് 7, അതാണ് ഇൻവെർട്ടർ ലോ കട്ട്. അതിവിടെ 50 വോൾട്ട് മുതൽ 150 വോൾട്ട് വരെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിധിയിലാണ് വെക്കുന്നത്, അതായത് 150 വോൾട്ട്. കാരണം അതിലോട്ട് താഴ്ന്നു കഴിഞ്ഞാൽ വളരെ വോൾട്ടേജ് കുറവായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് 150 വോൾട്ടിൽ താഴെയാണെങ്കിൽ ഷിഫ്റ്റ് ആകാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഷിഫ്റ്റ് ആകാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ലോ വോൾട്ടേജിലായിരിക്കും നമ്മളുടെ വീട്ടിലെ യൂണിറ്റൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 150 വോൾട്ടിന് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വോൾട്ടേജ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഇവിടെ പരിധി സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനൊരു ലിമിറ്റ് കൊടുത്തിരിക്കുന്നതാണ്. മിനിമം 50 വോൾട്ടും മാക്സിമം 150 വോൾട്ടും. അതേപോലെ ഹൈക്കട്ടിൽ മിനിമം 250 വോൾട്ടും മാക്സിമം 290 വോൾട്ടും. അപ്പോൾ ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനിത് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കെ പ്രോഗ്രാമിൻ്റെ ബോർഡുകൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ ഇതിൻ്റെ മുകളിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ബാറ്ററി വോൾട്ട് വരുന്നുണ്ട്. ഇതിൽ വരുന്നത് ലോഗോ നെയിമാണ് വരുന്നത്. ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് സ്വിച്ച് ഇൻവെർട്ടർ മോഡ്. നെക്സ്റ്റ് വരുന്നത് AC ഇൻപുട്ട് വോൾട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഈ ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് കണക്ഷനൊക്കെ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതൊന്നും പറയുന്നില്ല. നമുക്ക് ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ലോഡ് ഓൺ ഇൻവെർട്ടർ, ഞാനിവിടെ 2 ബൾബാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ബൾബും തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കത് ഇൻവെർട്ടർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻസ് വോൾട്ട് ഒന്ന് നോക്കാം. അപ്പോൾ മെയിൻസ് വോൾട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു ട്രാൻസ്ഫോമറാണ് വെച്ചിരിക്കുന്നത്. ആ ട്രാൻസ്ഫോമറിൽ നമ്മളൊരു AC വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമർ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചതാണ്. 300 വോൾട്ട് വരെ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാവുന്നതാണ്. ഇൻപുട്ട് 220 വോൾട്ട് കൊടുത്താൽ, ഇല്ലെങ്കിൽ 225 ഒക്കെ കൊടുത്താൽ ഔട്ട്പുട്ട് 300 വോൾട്ട് വരെ പോകുന്നതാണ്. അപ്പോൾ ഈ 300 വോൾട്ട് നമ്മൾ വേരിയബിൾ ചെയ്യുന്നത് ഒരു വേരിയാക്ക് വഴിയാണ്, അതായത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ വഴിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നമുക്ക് വേരിയാക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, 27 വോൾട്ടാണ്. നമുക്കൊരു 225-ൽ സെറ്റ് ചെയ്യാം. അപ്പോൾ വോൾട്ടേജ് വരുന്നതനുസരിച്ച് ഈ ബൾബിൻ്റെ ഫിലമെൻ്റ് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. നമ്മൾ ഏകദേശം 225 വോൾട്ടോളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ മെയിൻസിലാണ് ഈ ബൾബുകൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഇൻവെർട്ടർ മോഡ് ഓൺ ചെയ്തിടാം. അപ്പോൾ ഇൻവെർട്ടർ മോഡ് ഓൺ ചെയ്തിടാം. ഇപ്പോൾ മെയിൻസ് വന്നതുകൊണ്ട് AC ചാർജറാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിനി ഇതിൻ്റെ ലോക്കട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ലോക്കട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 150 വോൾട്ടാണ്. ഇപ്പോൾ വോൾട്ടേജ് കുറഞ്ഞു വരുന്നുണ്ട്.
ഏകദേശം 150 വോൾട്ട് ആയപ്പോൾ ഇൻവെർട്ടർ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 119 വോൾട്ടാണ്. നമ്മൾ കെ പ്രോഗ്രാം ഇൻവെർട്ടർ ഷിഫ്റ്റ് ആയിട്ട് ഇൻവെർട്ടർ മോഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ് ലോഡ് ഔട്ട്പുട്ട് 6% കാണുന്നുണ്ട്. സ്വിച്ച് ഇൻ ഇൻവെർട്ടർ മോഡ് കാണുന്നുണ്ട്. ലോഡ് ഓൺ ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ട് 220, ഇൻപുട്ട് വോൾട്ട് 119. നമുക്ക് ഇനി ഇതിന്റെ ഹൈ കട്ട് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഹൈ കട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 250 വോൾട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ വോൾട്ടേജ് കൂട്ടുമ്പോൾ ഏകദേശം 150 വോൾട്ടിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടർ മോഡ് ഷിഫ്റ്റ് ആയിട്ട് മെയിൻസ് വോൾട്ടിലോട്ട് പോകുന്നു. ഇപ്പോൾ മെയിൻസിലോട്ട് വന്നു. ഇനി നമുക്ക് മെയിൻസ് വോൾട്ട് ഒന്ന് കൂട്ടി നോക്കാം. ഇപ്പോൾ ഏകദേശം 300 വോൾട്ടിൽ വെച്ച് കഴിഞ്ഞപ്പോൾ വോൾട്ട് ഇവിടെ ഹൈ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടർ മോഡിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ ഡിസ്പ്ലേയിൽ ഇൻപുട്ട് വോൾട്ട് ഹൈ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ലോഡ് ബൾബിൻ്റെ പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ട്. സ്വിച്ച് ഇൻ ഇൻവെർട്ടർ മോഡ് കാണിച്ചിട്ടുണ്ട്. ലോഡ് ഓൺ ഇൻവെർട്ടർ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് 288 ആണ് കാണിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് 221. അപ്പോൾ ഇങ്ങനെയാണ് കെ പ്രോഗ്രാമിൻ്റെ മെയിൻസ് ഹൈ കട്ട് വോൾട്ടേജും മെയിൻസ് ലോ കട്ട് വോൾട്ടേജും ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലി ലോഡ് ഓൺ മെയിൻസ് ആയിട്ടുണ്ട്. 218 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് സെലക്ട് 6 ആണ് ഇൻവെർട്ടർ ഹൈ കട്ട്. നമുക്ക് സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ സെലക്ട് 1, സെലക്ട് 2, സെലക്ട് 3, സെലക്ട് 4, സെലക്ട് 5, സെലക്ട് 6. അപ്പോൾ സെലക്ട് 6 നമ്മളിവിടെ 250 വോൾട്ടേജ് ആണ് ഹൈ വോൾട്ടേജ് കട്ട് ആവുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അടുത്തത് സെലക്ട് 7. സെലക്ട് 7 നമ്മൾ ലോ കട്ട് വെച്ചിരിക്കുന്നത് 150 വോൾട്ടേജ് ആണ്. ഇപ്പോൾ നമുക്കിതിൽ വേരിയേഷൻ നടത്താം. നമുക്കിതിൽ മാക്സിമം വരുന്നത് 150 വോൾട്ടാണ്. അതിൽ താഴത്തോട്ട് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം. നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 150 വോൾട്ടാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു സെറ്റിങ്സിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ഹൈ കട്ടും ലോ കട്ടും ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്യാനല്ല പറയുന്നത്, ഇതിൻ്റെ ഫങ്ഷൻ, അതായത് ഇതൊരു പ്രൂവ് ചെയ്ത ടെക്നോളജിയാണ് കെയുടേത്. അപ്പോൾ ഈ ഒറിജിനൽ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.